ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചറൽ റേഷ്യോസിലെ ലാസ്റ്റ് റേഷ്യോ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവറേജ് റേഷ്യോസ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസ് ആണ്. സോൾവൻസി റേഷ്യോസിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രക്ചറൽ റേഷ്യോസ്. സ്ട്രക്ചറൽ റേഷ്യോസിൽ നമ്മൾ ആദ്യം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പഠിച്ചു, പിന്നെ ടോട്ടൽ അസെറ്റ്സ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ പഠിച്ചു, പിന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ പഠിച്ചു, പിന്നെ ഫിക്സഡ് അസെറ്റ്സ് ടു നെറ്റ്വർത്ത് ഓർ ഫിക്സഡ് അസെറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ നോക്കി. ലാസ്റ്റ് നമ്മൾ ഫിക്സഡ് അസെറ്റ് റേഷ്യോ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളതും സ്ട്രക്ചറൽ റേഷ്യോസിലെ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസിലെ ലാസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് എന്താണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ റേഷ്യോ കണ്ടുപിടിച്ചാൽ ആർക്കൊക്കെയാണ് അതുകൊണ്ട് ഗുണം, അത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്ന് പറയേണ്ടായി. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് ഫ്രം വിച്ച് ഓൾ സോഴ്സസ് ദ കമ്പനി ഹാസ് റേസ്ഡ് ഫണ്ട്സ് ഫോർ ഇറ്റ്സ് ലോങ് ടേം നീഡ്സ്. കമ്പനിയുടെ ലോങ് ടേം നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഏതെല്ലാം സോഴ്സസിൽ നിന്നാണോ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് ആ സോഴ്സസുകൾ എല്ലാം കൂടെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ലിവറേജ് റേഷ്യോസിൽ ഉള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്ട്രക്ചറൽ റേഷ്യോസിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഗിയറിംഗ് റേഷ്യോവും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോവും ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് എന്നുള്ളത്. അതായത് ഇക്വിറ്റി ഷെയർ എത്രയുണ്ട്, പ്രിഫറൻസ് ഷെയർ എത്രയുണ്ട്, സെസ് ആൻഡ് സർപ്ലസ് എത്രയുണ്ട്, ഡിബെഞ്ചേഴ്സ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. The term capital gearing or leverage refers to the proportion between fixed income bearing funds and equity shareholders funds. ഇത് രണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ്, എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കാരണം ഇത് രണ്ടാണല്ലോ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ രണ്ട് കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ആണ്. അപ്പൊ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സിനെ നമുക്ക് വേറൊരു പേരിലും വിളിക്കാൻ സാധിക്കും, അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ഫണ്ടുകളാണ് വരുന്നത്, ലോങ് ടേം ഫണ്ട്സുകളാണ് വരുന്നത്. അപ്പൊ അതിൽ ഡിബെഞ്ചേഴ്സ് വരുന്നുണ്ട്. നമുക്കറിയാം ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കും എത്ര ശതമാനം പലിശയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിബെഞ്ചേഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കാറുണ്ട് എത്ര ശതമാനം പലിശയുടെ ഡിബെഞ്ചർ ആണ് എന്നുള്ളത് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നല്ലെങ്കിൽ ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഡിബെഞ്ചർ ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അനക്ഷറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എത്ര ശതമാനം പലിശയുടെ ഡിബെഞ്ചർ ആണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂയിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ ദ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഓൾറെഡി ഫിക്സ്ഡ്. അപ്പൊ അതൊരു ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ആണ്. പിന്നെ വരുന്നത് ലോങ് ടേം ലോൺ ആണ്. ഓബ്വിയസ്ലി നമുക്കറിയാം ലോങ് ടേം ലോൺ ആണെങ്കിലും ഏത് ലോൺ ആണെങ്കിലും നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും എത്ര ശതമാനം പലിശയാണ് നമുക്ക് പേ ചെയ്യാനുള്ളത് എന്നുള്ളത്. സോ ദർ ഓൾസോ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ഓർ പ്രീ ഫിക്സ്ഡ്. പിന്നെ വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ കേസിലും നമുക്ക്
ഫിക്സഡ് ഡിവിഡൻഡ് ആണുള്ളത്, ഇൻട്രസ്റ്റ് അല്ല, ഫിക്സഡ് ഡിവിഡൻഡ് ആണുള്ളത്. അവിടെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രീ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിൽ വരുന്നത്. ദാറ്റ് ഇസ് ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ലോങ് ടേം ലോൺസ്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കോമ്പോണന്റ് വരുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയില്. രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തെല്ലാമാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ. പിന്നെ അതിൽ വരുന്ന വേറൊരു കോമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ വേറൊരു ഫാക്ടർ ആണ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ദാറ്റ് ബിലോങ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കാരണം ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണല്ലേ പ്രോഫിറ്റ്, അത് അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനിയുടെ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫണ്ട് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് സെറ്റ് അസൈഡ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതിനെയാണ് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇറ്റ് വാസ് a fund that is to be, it was a profit that was to be distributed among the equity shareholders, but the company resorted not to issue those dividend, അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരുന്ന എന്നാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദാറ്റ് ബിലോങ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏതിലെടുക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എടുക്കുന്നത്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂയിലൂടെ നേടിയെടുത്ത അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടെടുത്ത ഇക്വിറ്റി ക്യാപിറ്റലും വരും. അതുപോലെ തന്നെ കമ്പനി പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസും വരും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി ഈ പ്രിഫറൻസ് ഷെയർസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിൽ എടുത്തത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് while debentures and other long terms carry fixed rate of interest. The dividend on equity shares is not fixed. ഇത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസും ഡിബെഞ്ചേഴ്സും നമ്മളെ ഈ പറയണ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത് ഫിക്സഡ് അല്ല. അതുകൊണ്ട് അത് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ രണ്ട് കാര്യങ്ങളുടെ റേഷ്യോ ആണെന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണ് ഫോർമുലയിലും വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ വരുന്ന രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സും ആണ്. അപ്പൊ ഇത് രണ്ടിന്റെയും റേഷ്യോനെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇസ് ഇക്വൽ ടു ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഇത് രണ്ടിന്റെയും ഒരു റേഷ്യോ ആണ്. അപ്പൊ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ലോങ് ടേം ലോൺസ്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുലനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇസ് ഇക്വൽ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബെഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ്. അത് ജസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിനെ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയും സ്പെസിഫൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് ഫോർമുല. ഈ രണ്ട് ഫോർമുലയും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഷോർട്ടായിട്ട് കാണിച്ചിരിക്കുന്നു, ഒന്ന് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ എടുത്ത് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എ കമ്പനി വുഡ് ബി ഹൈലി ഗിയർഡ്. ഒരു കമ്പനി എപ്പോഴാണ് ഹൈലി ഗിയർഡ് ആണ് എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇസ് ഹൈ, അതായത് ഈ ന്യൂമറേറ്റർ ഹൈ ആവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈലി ഗിയർഡ് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ എന്ത് കുറവായിരിക്കും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലൂടെ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് കുറവായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? ഈ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് വോളിയം കൂടുതലായിരിക്കും.
അപ്പൊ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചറിന്റെ ഇഷ്യൂയിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ലോങ് ടേം ലോണിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ഈ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിലൂടെ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കുറവായിരിക്കും. ദ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ലെസ്. ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈലി ഗിയേർഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ആൻഡ് കമ്പനി ഈസ് സെഡ് ടു ബി ലോ ഗിയേർഡ് ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചർ ഈസ് ലോ. അതായത് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിന്റെ വോള്യൂം കുറവാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ലോലി ഗിയർഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഗിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസേജ് ഓഫ് ഡെറ്റ് ഫണ്ട്സ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ഗിയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, ലോങ് ടേം ഫണ്ട്സിലൂടെ ലോങ് ടേം ലോൺസ് റേസ് ചെയ്യുക, അതിനെയൊക്കെയാണ് നമ്മൾ ഗിയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈലി ഗിയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോങ് ടേം ഫണ്ട്സ്, ലോങ് ടേം ഫിക്സഡ് ഇൻകം ഫണ്ട്സ് കൂടുതലായിട്ടും റേസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ കൂടുതൽ ഫണ്ട്സ് നമ്മൾ റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം. ലോലി ഗിയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിബഞ്ചറും അതുപോലെ ലോണും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഒക്കെ വളരെ കുറവ് മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ കുറവ് മാത്രം ക്യാപിറ്റലേ നമ്മൾ റേസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഗിയറിംഗ് ഈസ് സംതിങ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെറ്റ് ഫണ്ട്സ്. ഡെറ്റ് ഫണ്ട്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ഫണ്ട്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഗിയറിംഗ്. അപ്പോൾ ഗിയറിംഗ് ഹൈ ആണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ഫണ്ട്സ് കൂടുതലായിട്ടും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതിലൂടെ ഫണ്ട് കൂടുതലായിട്ട് റേസ് ചെയ്യുന്നുണ്ട്. ലോലി ഗിയർഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ഫണ്ട്സ് വളരെ കുറച്ച് മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, അതിലൂടെ കുറച്ച് മാത്രമേ ഫണ്ട് റേസ് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ഇനി ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നോക്കാം. The capital gearing reveals the company's capital structure. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്താൽ മതി? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്താൽ മതി. The ratio is important not only to the company but also to the investors. ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പരിധി വരെ കമ്പനിയുടെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് റിസ്ക് ഉള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ ആ ഒരു കമ്പനിക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് ഫിനാൻഷ്യൽ റിസ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഫിക്സഡ് ഇൻകം ഫണ്ട്സ് യൂസ് ചെയ്താൽ ഓബ്വിയസ്ലി കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഫിക്സഡ് ഇൻകം ഫണ്ട്സ് യൂസ് ചെയ്താൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടിലൂടെയാണ് കമ്പനി ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ തിരിച്ചു പോയി അടയ്ക്കാനുള്ള ആ ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ എവിഡന്റ് ആണ്. ലോൺ എടുത്താൽ പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും അടച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കമ്പനിക്ക് നേരെ എന്തെടുക്കും? നിയമ നടപടികൾ എടുക്കും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ കമ്പനിക്കെതിരെ കേസെടുക്കാം. അപ്പൊ അങ്ങനെ വളരെ കൊടുത്തേ പറ്റൂ എന്നുള്ള ആ ഒരു നിർബന്ധം ഏത് സിറ്റുവേഷൻസിലുണ്ട്? ഈ പറയുന്ന ഡിബഞ്ചർ അല്ലെങ്കിൽ ലോങ് ടേം ലോൺസിന്റെ ഒക്കെ സിറ്റുവേഷൻസിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ലോങ് ടേം ലോൺസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക്, ദാറ്റ് ഈസ് ദർ ലയബിലിറ്റി ടു റീപേ, ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് വളരെ ഹൈ ആണ്. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ആർക്കറിയാൻ താല്പര്യം ഉണ്ടാവും. ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. The capital gearing ratio may affect the company's dividend policy, building up of reserves, etc. This ratio shows the effect of use of fixed interest dividend bearing funds on the profits available to equity shareholders. അതായത് ഒരു കമ്പനി കൂടുതലായിട്ടും ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഫണ്ടുകൾ, അതായത് ഡിബഞ്ചറും ലോങ് ടേം ലോൺസും അതുപോലെ ഫിക്സഡ് ഡിവിഡൻഡ് ഫണ്ട്സ്, അതായത് പ്രിഫറൻസ് ഷെയർസ്, ഇതൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് കമ്പനി കൂടുതലായിട്ടും ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റിലെ ഒരു
ഭൂരിഭാഗം എമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇൻട്രസ്റ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആർക്ക് ഡിവിഡൻഡ് പേ ചെയ്യണതിനെ പറ്റി കമ്പനി ആലോചിക്കുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യണതിനെ പറ്റി കമ്പനി ആലോചിക്കുള്ളൂ. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ആദ്യം കൊടുത്തു തീർക്കുക ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, ഇതെല്ലാം ആയിരിക്കും കമ്പനി നിർബന്ധമായിട്ടും ആദ്യം കൊടുത്തു തീർക്കുക. അതിനുശേഷം പിന്നെയും ബാക്കി വല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി ആരെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുള്ളൂ, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡിബെഞ്ചേഴ്സിന്റെ വോള്യൂം കൂടുതലാണ്, ലോങ് ടേം ലോൺസിന്റെ വോള്യൂം കൂടുതലാണ്, അതുപോലെ പ്രിഫറൻസ് ഷെയർസിന്റെ വോള്യൂം കൂടുതലാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു മേജർ പോർഷനും ഇവരുടെ ആ ഒരു ലയബിലിറ്റീസ് എല്ലാം, അതായത് ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഒക്കെ പേ ചെയ്യാൻ തന്നെ കമ്പനി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി കുറച്ച് മാത്രം പ്രോഫിറ്റ് ആർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി നമുക്ക് ഒരു പരിധി വരെ ഏത് നോക്കിയാൽ മനസ്സിലാവും, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദെൻ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. If the capital gearing ratio is high, capital gearing ratio കൂടുതലാണ് എങ്കിൽ the profit available to the equity shareholders will be subject to wide fluctuation. അതായത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനുള്ള സാഹചര്യം വളരെ എന്താ പറയുക ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതായത് കിട്ടാം കിട്ടാതിരിക്കാം, സാധ്യതകൾ കുറവാണ്. കാരണം കൂടുതലായിട്ടും പ്രോഫിറ്റിൽ നിന്നുള്ള വിഹിതം ആർക്കേ പോണ്ടാവുള്ളൂ, ഈ പറയണം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാനും ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാനും അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് പേ ചെയ്യാനും ഒക്കെയാണ് പോകുന്നുണ്ടാവുക. പിന്നെ ബാക്കി വല്ല കുറച്ച് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് അവകാശമുള്ളൂ, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഹൈ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എപ്പോഴാണ് ഹൈ ആവുന്നത്, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ വിൽ ബിക്കം ഹൈ when the company is resorting to more of fixed income bearing funds. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ വിഹിതം എന്ന് പറയുന്നത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. പിന്നെ ദ ഹയർ ദ റേഷ്യോ ദ ഹയർ ഇസ് ദ റിസ്ക്. കാരണം കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ, ലോങ് ടേം ലോൺസ് ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ, പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുമ്പ് ആർക്കുള്ള ഡിവിഡൻഡ് പേ ചെയ്തിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് അത് ഓൾറെഡി ഫിക്സഡ് ആണ്, അത് പേ ചെയ്തിരിക്കണം. അപ്പോൾ ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് കൂടുതലാണ് ഏത് സിറ്റുവേഷനിൽ, കമ്പനി ഈസ് യൂസിങ് മോർ ഓഫ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ്. അപ്പോൾ അവിടെ റിസ്ക് വളരെ കൂടുതലാണ്, കാരണം റീപേയിങ് ലയബിലിറ്റി വളരെ കൂടുതലാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ റീപേയിങ് ലയബിലിറ്റി വളരെ കുറവാണ്, കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടെയും ഡിവിഡൻഡ് പേ ചെയ്യാം ചെയ്യാതിരിക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു പേ ഡിവിഡൻഡ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നേരെ മറിച്ച് ഡിബെഞ്ചേഴ്സിന്റെ കേസിലോ ലോണിന്റെ കേസിലോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിലോ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു എന്താ പറയാ ഓപ്ഷൻ ആർക്കില്ല, കമ്പനിക്കില്ല. കമ്പനി എന്ത് ചെയ്തേ പറ്റൂ, ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് കൊടുത്തേ പറ്റൂ. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ കൂടുതലായിട്ടും കമ്പനി ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ഫണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ വേരിയസ് ഫണ്ട് നെസസിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ വേരിയസ് ഫണ്ട് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എങ്കിൽ കമ്പനിയുടെ എന്ത് കൂടുതലാണ്, ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ റിസ്കിന്റെ ആ ഒരു അളവ് നമുക്ക് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കൂടുതലാണ്, ഹയർ ആണ് എങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ് എന്ന് അർത്ഥം. ചില സിറ്റുവേഷൻസിൽ ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഹൈ ആയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഫേവറബിൾ ആവാനും സാധ്യതയുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എപ്പോഴാണ് വരിക എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, when a company is using fixed cost bearing securities, fixed cost bearing securities, fixed income bearing securities, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് കമ്പനി യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഈ ഒരു ബെനിഫിറ്റിനെ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതായത് കമ്പനിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര ശതമാനം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്
എന്നുള്ളതും കമ്പനിയുടെ ആ ഒരു ഫിക്സഡ് ഇൻകം ബാലൻസ് സെക്യൂരിറ്റീസിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് ഇതും തമ്മിലുള്ള കമ്പാരിസൺ നടത്തിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും കമ്പനിയുടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ലയബിലിറ്റി കുറവുമാണ് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 10%, കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബെഞ്ചറിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് 5% ആണ് എങ്കിൽ കമ്പനി ഒരു ഫേവറബിൾ പൊസിഷനിലാണ്. കാരണം കമ്പനിയുടെ കയ്യിൽ 10% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 5% ഇൻട്രസ്റ്റ് ഡിവിഡൻഡിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്താലും ബാക്കി 5% റിട്ടേൺസ് കമ്പനിയുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ കമ്പനി ഒരു ഫേവറബിൾ പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റി ഇൻട്രസ്റ്റ് പെർസെന്റേജ് കുറവുമാണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെ കമ്പനി ഫേവറബിൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കമ്പനി ഒരു ഫേവറബിൾ പൊസിഷനിലാണ് എന്നുള്ളത് നമ്മൾ പറയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നത് എപ്പോഴും തലവേദനയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഫേവറബിൾ ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് എപ്പോഴാണ് ഫേവറബിൾ ആവുക? Use of fixed income bearing securities to raise fund will become favorable when the return on investment of a company is higher than the cost of income bearing securities, fixed income bearing securities. So cost of fixed income bearing securities എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റും പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് റേറ്റും ഒക്കെയാണ്. So this depends on the rate of profit the company earns. കമ്പനി കൂടുതലായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, നല്ല റിട്ടേൺസ് ഏൺ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിലെ ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഒന്നും പേ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ഒരു ഫേവറബിൾ പൊസിഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. If the rate of return is more than the cost of debt and preference share capital, the equity shareholders would be benefited. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. If the rate of return is less, കോൺട്രറി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, കമ്പനിക്ക് കൊടുത്തു തീർക്കാനുള്ള പലിശയും പ്രിഫറൻസ് ഡിവിഡൻഡും ഒക്കെ കൂടുതലാണ് എങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് കൂടുതലായിട്ട് റിസ്ക് ബെയർ ചെയ്യേണ്ടി വരും. കാരണം കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അൺഫേവറബിൾ ആണ്. എന്നാൽ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും കമ്പനിയുടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് കുറവുമാണ്, അതാണ് ഫേവറബിൾ ആണ്. നേരെ മറിച്ച് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറവും കമ്പനിയുടെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിന്റെ എമൗണ്ട് കൂടുതലുമാണ് എങ്കിൽ, അല്ലെങ്കിൽ റേറ്റ് കൂടുതലുമാണ് എങ്കിൽ അത് അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നല്ലതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോശം സിറ്റുവേഷൻ ആണ്. Thus, higher gearing ratio is advantageous as well as disadvantages to the equity shareholders. In the initial period, low gearing is considered beneficial. കമ്പനി എപ്പോഴും ഒരു ലോ ഗിയർഡ് ആയിട്ട് പോകുന്നതാണ്. ഇനീഷ്യൽ തുടക്കത്തിലുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ ലോ ഗിയറിംഗ് ആണ് എപ്പോഴും സേഫ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ. But with expansion of business, higher gearing becomes more profitable. പിന്നെ കമ്പനി വളരാൻ തുടങ്ങി, കമ്പനി കൂടുതലായിട്ട് പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഫണ്ട്സിലേക്ക് റിസോർട്ട് ചെയ്യാം. അതായത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ലോങ് ടേം ലോൺസ് എടുക്കാം. കാരണം കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ കമ്പനി ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നത് തെറ്റില്ല. എന്നാൽ ഇനീഷ്യലി ഒരു ലോ ആയിട്ടുള്ള ഗിയറിംഗ് ആയിരിക്കും, ക്യാപിറ്റൽ ഗിയറിംഗ് ആയിരിക്കും കമ്പനിക്ക് നല്ലത്. കാരണം ഇനീഷ്യലി നമുക്കറിയാം അധികം പ്രോഫിറ്റ് ഒന്നും കമ്പനിക്ക് ഉണ്ടാവില്ല. അപ്പൊ അധികം പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ലോ ഗിയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് അധികം ഫണ്ടൊന്നും എന്തിലൂടെ റേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്? ഡിബെഞ്ചേഴ്സിലൂടെയും ലോൺസിലൂടെയും അതുപോലെ പ്രിഫറൻസ് ഷെയർസിലൂടെയൊന്നും റേസ് ചെയ്യാതിരിക്കുന്നതാണ് ഒരു കമ്പനിയുടെ തുടക്കത്തില് ഇനീഷ്യൽ സ്റ്റേജസിൽ നല്ലത്. കാരണം കമ്പനിയുടെ കയ്യിൽ ആ സമയത്ത് അധികം പ്രോഫിറ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് കമ്പനി വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നല്ലോണം പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ടും ഈ പറയുന്ന ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂയിലൂടെ കൂടുതൽ ഫണ്ട് റേസ് ചെയ്തിട്ട് എക്സ്പാൻഷൻ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സ്ട്രക്ചറൽ റേഷ്യോസിൽ നോക്കാനുള്ളത്. സ്ട്രക്ചറൽ റേഷ്യോസിലെ ലാസ്റ്റ് റേഷ്യോ ആയിരുന്നു ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ.